മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇടുക്കിയിലെ ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ചു എന്നൊരു കേസുണ്ടാക്കി അതിലാണ് ED അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കേസിൽ 16-ാം പ്രതിയായ മാത്യു കുഴൽനാടൻ MLA-യെ ഉടൻ ചോദ്യം ചെയ്യാൻ പോകുകയാണ് ED. 1-ാം പ്രതിയടക്കമുള്ളവർ അവിടെ ഉണ്ടെങ്കിലും സ്ഥലത്തിൻ്റെ മുൻ ഉടമയെ ചോദ്യം ചെയ്തുവെങ്കിലും ലക്ഷ്യം കുഴൽനാടൻ MLA മാത്രമാണ്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രവും തമ്മിലുള്ളൊരു ഡീലാണ് എന്ന് തെളിഞ്ഞു വരുന്നു. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അവസ്ഥയ്ക്ക് കാരണം ഒന്ന് മാത്യു കുഴൽനാടൻ തന്നെയാണ്. മുഖ്യന്റെ മകളുടെ തട്ടിപ്പ് കയ്യോടെ പൊക്കുകയും അത് വളരെ വിശദമായി മാധ്യമങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത നേതാവാണ് കുഴൽനാടൻ. അതിനുവേണ്ടി അദ്ദേഹം വലിയ നിയമ പോരാട്ടം തന്നെ നടത്തി. മാത്രമല്ല, മകളെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ സഭയിൽ തകർത്താടിയപ്പോൾ അതിനെ പരിഹസിച്ചും തകർത്ത് കളഞ്ഞ് സ്കോർ ചെയ്ത MLA-യാണ് കുഴൽനാടൻ. എപ്പോഴും പക മനസ്സിൽ വെച്ച് നടക്കാറുള്ള പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ എന്ത് വില കൊടുത്തും കുഴൽനാടനെ ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടതാണ്. അതിൻ്റെ ഭാഗമാണ് ഈ ED-യുടെ ഇപ്പോഴത്തെ നീക്കം. ചിന്നക്കനാലിലെ ഭൂമി ഇടപാട് കേസിൽ മാത്യു കുഴൽനാടനെതിരെ നേരത്തെ തന്നെ ഇടുക്കി വിജിലൻസ് യൂണിറ്റ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. പിണറായിയുടെ കീഴിലാണ് വിജിലൻസ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. കേസിലെ 16-ാം പ്രതിയായി അന്ന് കുഴൽനാടൻ മാറി. കേസിലാകെ 21 പ്രതികളാണുള്ളത്. 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ചു എന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ED കടന്നു വരുന്നത്. കുഴൽനാടൻ MLA കൃത്രിമം നടത്തിയതല്ല, മറിച്ച് ക്രമക്കേടുണ്ടെന്ന് അറിഞ്ഞിട്ടും കുഴൽനാടൻ ഭൂമി വാങ്ങിയെന്നായിരുന്നു വിജിലൻസ് FIR-ൽ തന്നെ പറഞ്ഞിരുന്നത്. എന്നാൽ അറിഞ്ഞിരുന്നില്ല എന്ന് കുഴൽനാടനും പറയുന്നു. അതിനെയാണ് ഇപ്പോൾ ED-യെ കൊണ്ടുവന്ന് അന്വേഷിപ്പിക്കുന്നത്. 2012 മുതൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാട് നടത്തിയവരാണ് ഈ പ്രതികൾ. 2012-ലെ ദേവികുളം തഹസിൽദാർ ഷാജിയാണ് ഇതിൽ 1-ാം പ്രതി. ഇടുക്കി ചിന്നക്കനാലിലെ കപ്പിത്താൻ റിസോർട്ട് പ്രവർത്തിക്കുന്ന മാത്യു കുഴൽനാടൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമിയടക്കം കയ്യേറി റിസോർട്ട് നിർമ്മിച്ചു എന്ന് കണ്ടെത്തുകയും തുടർന്ന് റവന്യൂ വകുപ്പും കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ നടപടികൾ തുടർന്നു വരുന്നതിനിടയിലാണ് കുഴൽനാടനെതിരെ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തത്. ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നറിഞ്ഞിട്ടും ഭൂമി ഇടപാട് നടത്തി എന്നുള്ളതായിരുന്നു അന്ന് വിജിലൻസിൻ്റെ കണ്ടെത്തൽ. അതിനപ്പുറം ഒന്നും പറയുന്നില്ല. അതും കഴിഞ്ഞിപ്പോൾ ED-യെയും വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ ഇതിന് പിന്നിൽ CPM BJP ബന്ധം എന്നുള്ളത് വ്യക്തമായി വരികയാണ്. BJP-യുടെ ഏജന്റായ ED-യെ എന്തിനാണ് CPM സർക്കാർ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിച്ചാൽ പിണറായിയുടെ മകൾ വീണ വിജയനെ തൂക്കിയെടുക്കാൻ കുഴൽനാടൻ MLA ധൈര്യം കാണിച്ചതിൻ്റെ ഒരു പ്രതികാരമാണ്. കുറച്ചു മാസങ്ങളായി കേരളത്തിൽ കൊച്ചിയിൽ ഒരു റെയ്ഡ് നടന്നിരുന്നു. കൊച്ചിയിലെ അഴിമതിയും തട്ടിപ്പും നിറഞ്ഞ ED ഉദ്യോഗസ്ഥന്മാർ അന്ന് വിജിലൻസിൻ്റെ പിടിയിലായി. ചില സമയങ്ങളിൽ മാത്രം ഇപ്പോൾ പഴയ പ്രതാപം വീണ്ടെടുക്കാറുള്ള കേരളത്തിൻ്റെ പോലീസ്, വിജിലൻസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്ന് ശക്തമായ തെരച്ചിലും അന്വേഷണവും ഒക്കെ ഉണ്ടായി. ED-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിൻ്റെ അറസ്റ്റിലേക്കാണ് അന്ന് കാര്യങ്ങൾ നീങ്ങിയത്. അന്ന് ഒരു ദിവസം മാധ്യമങ്ങളും സർക്കാരിൻ്റെ വിജിലൻസുമെല്ലാം വലിയ ആഘോഷമാക്കി ഇത് മാറ്റിയെങ്കിലും ഇപ്പോൾ ഒരനക്കവുമില്ല. പിണറായി വിജയൻ്റെ മകൾക്ക് തന്നെ ED കേസുള്ളപ്പോൾ ED-യെ പിടിക്കാൻ CPM സർക്കാരിൻ്റെ ആപ്പീസ് പൂട്ടിക്കാൻ ഒരുങ്ങിയതാണ് ED. അതോടെ പിണറായി ഒതുങ്ങിപ്പോയി. ഒരു അലിഖിത കരാറ് പോലെ പിണറായിയും ED-യും ഒന്നിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പിണറായി തൽക്കാലത്തേക്ക് അന്ന് രക്ഷപ്പെട്ടു. ആ കരാറിൻ്റെ ഭാഗമാണ് കുഴൽനാടനെ പണിയാൻ ഇപ്പോൾ ED-യെ വീട്ടിലേക്ക് തന്നെ അയച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ കേസുകളും എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പലവട്ടം വ്യക്തമാക്കിയ കുഴൽനാടൻ MLA-യെ പൂട്ടാൻ കേരളത്തിൻ്റെ സംവിധാനം പോരാതെ വന്നപ്പോഴാണ് തൻ്റെ ചങ്ങാതിയായ നരേന്ദ്രമോദിയിൽ സ്വാധീനിച്ച് ED-യെ തന്നെ പിണറായി ഇറക്കിയിരിക്കുന്നത് എന്ന് വാർത്തകൾ വരുന്നു. ഏതായാലും തോൽക്കുമെന്നറിഞ്ഞിട്ടും പിണറായി വിജയൻ്റെ ഒരാഗ്രഹം മാത്രമാണിത്.